വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. പുത്രന്റെ അധികാരം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാത്ത പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്കവിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. സാമൂഹ്യ ജീവിതത്തിൽ ലക്ഷ്യം വയ്ക്കേണ്ട ഉദാത്ത മാതൃക. യേശു തന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിന്റെ തന്മയെ പറ്റിയുള്ള ബോധവൽക്കരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കണ്ടെത്താനാവുക. വ്യവസ്ഥകളില്ലാതെ പുത്രനെ അംഗീകരിക്കുന്ന പിതാവും അതേ രീതിയിൽ തന്നെ പിതാവിനെ അംഗീകരിക്കുന്ന പുത്രനും, പിതാവും പുത്രനും പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. അവിടെ അസൂയയ്ക്കോ അസ്വസ്ഥതകൾക്കോ അപകർഷതാബോധത്തിനോ സ്ഥാനമില്ല. രണ്ടു കൂട്ടരും വളരെ സംതൃപ്തർ. മേൽക്കോയ്മയുടെ പ്രശ്നവും അവിടെയില്ല. യഥാർത്ഥത്തിൽ അധികാരം ആധിപത്യമായിട്ട് അധപതിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ അനുവാചകർക്ക് മനസ്സിലാക്കാൻ ഇടവരുന്നില്ല. അതുപോലെ തന്നെ അധീനത ആശ്രയത്വമായിട്ട് അധപതിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നമുക്കിവിടെ കാണാനാകുന്നില്ല. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗീയമായ മാതൃക, ഈ മാതൃക തന്നെ ആയിരിക്കണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വെക്കാവുന്ന ഈ ലോകത്തിലെ സാമൂഹ്യ ജീവിതത്തിന്റെ മാതൃക. പരസ്പര അംഗീകാരത്തിന്റെയും ആദരവിന്റേതുമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം പിതാവും പുത്രനും തമ്മിൽ. ഇതേ സംബന്ധിച്ച് വിശുദ്ധ യോഹന്നാൻ നമ്മോട് പറഞ്ഞു തരികയാണ് ഇന്നത്തെ സുവിശേഷം. മനസ്സിൽ ലക്ഷ്യമായിട്ട് കരുതേണ്ട, നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ ചാലക ശക്തിയായിട്ട് വർത്തിക്കേണ്ട സ്വർഗീയ മാതൃക, അതാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്.